ഹൈക്കോട്ടുകാരെ, നിർദ്ധരനായ ഒരു കുടുംബത്തിൻ്റെ മുറ്റത്ത് ചെന്ന് ഞാനുണ്ട്, അച്ചായൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അച്ചായനാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു നല്ല മനുഷ്യൻ, നന്മ മരം. അച്ചായൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ ബാധ്യതകളും എല്ലാം തീർത്തിട്ടേ പോവുള്ളൂ. ചേട്ടാ ഇങ്ങോട്ട് നോക്കിക്കേ, ചിരിച്ചേ, ചിരിക്ക. അച്ചായനല്ലേ പറയുന്നേ? ഓക്കെ, അത് മതി. ഈ ചിരി എല്ലാവരും കാണാൻ വേണ്ടി ഞാനിങ്ങനെ ഓടി നടക്കുന്നത്. ചേട്ടന്റെ എല്ലാ കടങ്ങളും നമ്മൾ വീട്ടിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അതെന്റെ ഒരു വാക്കാണ്, നമ്മൾ ചെയ്തിരിക്കും. ഈ ഫോം മേടിച്ചേ, ലോട്ടറി കടയിലെ കടം തീർത്തു. ഓക്കെ, ഇനി ചേട്ടന് അടുത്ത ദിവസം വിൽക്കാനുള്ള ലോട്ടറി ഉണ്ട്. ഇത് ഓക്കെ, സന്തോഷത്തോടെ മേടിച്ചേ. എത്ര മാസത്തെയായിരുന്നു ലോൺ പെൻഡിങ്? 6 മാസത്തെ. ഓക്കെ, ആ ലോൺ തീർക്കുക. അവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് നിൽക്കുക. ചേട്ടാ എന്നാണ്ട് ഈ സ്ഥലം കൊല്ലം ഓയൂര് അല്ലേ? കൊല്ലം ഓയൂര് അല്ലേ? ഇവിടെ വരെ ഞാൻ ഓടി വന്ന എന്തിനാണെന്ന് അറിയാം? ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അറിഞ്ഞു. ഈ അമ്മയുടെയും ഈ വൈഫിന്റെയും ഈ ചേച്ചിയുടെ, അതായത് പെങ്ങളുടെയും എല്ലാം ചെലവുകൾ ഈ ഒരൊറ്റ ഈ ചേട്ടനാണ് എല്ലാവരുടെയും വരുമാനം നോക്കുന്നത്. ഈ ചേട്ടന് കടം കയറി ലോണിന്റെ ആൾക്കാർ വിളിക്കുന്നു, ലോട്ടറി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ലോട്ടറിയുടെ കാശ് അടയ്ക്കാത്തതുകൊണ്ട് ലോട്ടറിക്കാർ കാശ് കൊടുക്കുന്നില്ല. ചേട്ടൻ ലോട്ടറി വിറ്റു ഉള്ള ഉപജീവന മാർഗം ചേട്ടന്റെ ലോട്ടറി ആയിരുന്നു. ആ കാശ് കൊണ്ടാണ് ഇവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ചേട്ടന് ഇവിടുന്ന് ട്രെയിൻ കയറി ചേട്ടന്റെ ബാധ്യത കൊണ്ട് അല്ലേ? അനിലിനെ കണ്ടോ? അന്നേരം പറഞ്ഞു അമ്മയെ എന്നോട് പറഞ്ഞ് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കൊണ്ടാക്കി. കൊല്ലത്തുനിന്ന് നേരെ തൃശ്ശൂർ വെച്ച ആളെ പിടിച്ചു. അങ്ങനെ ഗുരുവായൂർ വണ്ടി വന്നപ്പം വലിഞ്ഞ് അതിൽ കയറി. എങ്ങനെ കയറിയെന്നൊന്നും. അപ്പൊ ചേട്ടൻ ഇത്രയും സ്നേഹിക്കുന്ന ഈ 3 പേരെയും വിട്ടിട്ടാണ് ചേട്ടൻ ഗതികേട് കൊണ്ട്, അതായത് ചേട്ടന് പിടിച്ചു നിൽക്കാൻ മേല. ഈ പാവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ നേരെ നിൽക്കാൻ മേലാത്ത ഈ ചേട്ടന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചേ. നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേസാണ്. ഞാൻ ഈ കൊല്ലം ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി ഇവിടം വരെ വന്നെങ്കിൽ ഈ മേലാത്ത ഈ ചേട്ടനെ പോലെയുള്ള ദൈവം ചെയ്ത് ആരും ഉപദ്രവിക്കാതിരിക്കുക. CC മുടങ്ങി കിടക്കുവാണോ? അപ്പൊ അവരൊക്കെ വിളിക്കാറുണ്ടോ? ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തും. ഇവിടെ വന്ന് സ്കൂട്ടറിന്റെ ലോൺകാർ വന്ന് ഭീഷണിപ്പെടുത്തും അല്ലേ? വണ്ടി എടുത്തോണ്ട് പോവും. അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാര്യം പറയും. ഈ പാവത്തിന് അതൊക്കെ കേൾക്കുമ്പോ എന്നെ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് പെങ്ങളാണ്. പെങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ചോണ്ട് പോയവൻ ഗുണമല്ലായിരുന്നു. പണവും എല്ലാം അതിന്റെ ഒരു മാനസിക പ്രയാസമുണ്ട്. ഓ, അതിന്റെ ഒരു മാനസിക പ്രയാസം ഉണ്ട് അല്ലേ? 10 പവന്റെ സ്വർണം മേടിച്ചോണ്ട് പോയിട്ട് പുള്ളി ഇതെല്ലാം എല്ലാം ചെലവാക്കിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കും. അന്ന് തൊട്ട് ചേച്ചിയുടെ മാനസികമായിട്ട് പ്രശ്നം വന്നാണോ? ചേച്ചി തന്നെ പിടിച്ചാലേ ശരിയാവുള്ളൂ, ഞാൻ പിടിച്ചാൽ ശരിയാവില്ല. അതിനൊരു വശമുണ്ട്. ചേട്ടന്റെ എല്ലാ കടങ്ങളും നമ്മൾ വീട്ടിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അതെന്റെ ഒരു വാക്കാണ്, നമ്മൾ ചെയ്തിരിക്കും. ഇതാണ് ചേട്ടൻ ലോട്ടറി കടം കൊടുക്കാനുള്ള കട അല്ലേ? സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ. കടം കൊടുത്ത എവിടാ? അകത്താണോ? ലോട്ടറി കടയിലെ കടം തീർത്തു. ഓക്കെ, ഇനി ചേട്ടന് അടുത്ത ദിവസം വിൽക്കാനുള്ള ലോട്ടറി ഉണ്ട്. ഇത് ഓക്കെ, സന്തോഷത്തോടെ മേടിച്ചേ. ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ലോട്ടറി കടയിലെ കടം തീർത്തു. അടുത്ത ദിവസം ചേട്ടന് വിൽക്കാനുള്ള ലോട്ടറിയും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ആ ഫോണിങ്ങ. ഓക്കെ, നമ്മൾ ഈ ചേട്ടന് ഫോണില്ല. ആ ചേട്ടന് ഫോൺ തീരെ വർക്ക് ചെയ്യില്ല, ബാറ്ററി എല്ലാം പോയി കിടക്കുക. ഈ ഫോൺ മേടിച്ചേ. ഇനി ചെറിയ ഫോണുമായിട്ട് ചേട്ടൻ നടക്കല്ലോ കേട്ടോ. ആ ചേട്ടൻ നല്ല ഫോൺ തന്നെ മേടിച്ച് തന്നിട്ടുണ്ട്. ഇത് പിടിച്ചോ. സന്തോഷമായില്ലേ? പലചരക്കടയിലെ സാധനത്തിൻ്റെ കൂടെ പറ്റി തീർക്കുക. എല്ലാ കടങ്ങളും തീർത്തിട്ടുണ്ട്, മനസ്സിലായോ? ലോട്ടറി കടയിൽ ലോട്ടറി കടം തീർത്ത് ലോട്ടറി പുതിയത് എടുപ്പിച്ചു. അതുപോലെ ഫോൺ പുതിയത് മേടിച്ചു കൊടുത്തു. അറിഞ്ഞായിരുന്നോ? പുതിയ ഫോണൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. നല്ല ഫോൺ തന്നെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പലചരക്കട തീർത്തു. ഇനി ഇതെല്ലാം തീർക്കുമ്പോൾ ഇനി ഒരു കടമുണ്ട്. അതായത് നിങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യമാണ്, ലോൺകാർ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടായിരിക്കും. നമുക്ക് ആരുടെയും ശല്യം ഉണ്ടാവാൻ പാടില്ല. അച്ഛനുള്ള ആരുടെയും ശല്യം പാടില്ല. അത് എത്ര? 21,000 രൂപയിൽ. ഓക്കെ, അതും ഞാൻ തരുവാണ്. അതായത് എത്ര മാസത്തെയായിരുന്നു ലോൺ പെൻഡിങ്? 6 മാസത്തെ. ഓക്കെ, ആ ലോൺ തീർക്കുക. അവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് നിൽക്കുക. ആരും നമ്മളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അനുവാദമില്ല. എല്ലാവരും മനുഷ്യരാ, എല്ലാം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഈ കാശ് കൊടുത്തിട്ട് തീർക്കുക കേട്ടോ ചേട്ടാ. ഈ കാശും കൊടുക്കുക. അപ്പം എല്ലാ കടവും തീർത്തിട്ട് അച്ഛൻ സന്തോഷത്തോടെയാണ് ഇവിടെ പോകുന്നത്. ഈ കൊല്ലം ജില്ലയിൽ വന്ന് ഞാനിത് ചെയ്യണമെങ്കിൽ
കർത്താവേ എത്ര വലിയവനാണെന്നറിയാമോ. കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ നിന്ന് കേരളത്തിലെ പല ജില്ലകളിലും പോകാൻ പറ്റുമെങ്കിൽ സ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാൾ വരെ ബൈ ബൈ. അച്ചായൻസ് ഗോൾഡ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ.